أبا بكر وعمر وعثمان أشهد أن أبا بكر وعمر وعثمان وعائشة وحفصة وعائشة وحفصة في النار. في النار. صلوا على محمد وآله الأطهار. അവരുടെ മദ്ഹബിലേക്ക് ആളെ ചേർക്കുന്നത് എന്തു പറഞ്ഞുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹാബി അബൂബക്കർ സിദ്ദീഖിൻ്റെ മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പടപ്പുകളിൽ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ അവരുടെ പേരിൽ ലഅനത്ത് ചൊല്ലിയിട്ട. أشهد أن أبا بكر وعمر وعثمان أشهد أن أبا بكر وعمر وعثمان وعائشة وحفصة وعائشة وحفصة في النار. അവൻ ചൊല്ലുന്നു, അവൻ്റെ ശപിക്കപ്പെട്ട നാവ് കൊണ്ട് ആളുകൾക്ക് ചൊല്ലിക്കൊടുക്കുന്നു. മനസ്സിലായില്ലേ? അവരുടെ നേതാക്കന്മാർ. സ്വപ്നമല്ല ഞാൻ ഈ പറയുന്നത്, ചരിത്രമല്ല ഈ പറയും. ഞാൻ ഈ സംസാരിക്കുന്ന കാലത്ത്, മനസ്സിലായില്ലേ, റെക്കോർഡ് ചെയ്യപ്പെട്ട അവരുടെ സംസാരങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ബിദ്അത്തിന്റെ വാദങ്ങൾ, ഇസ്ലാമിൽ പുറത്തു പോകുന്ന വാദങ്ങൾ കുത്തി നിറക്കപ്പെട്ട ഒരു വിഭാഗമാണ്. ഈ ഉമ്മത്തിൽ ഇതുപോലെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ ഒരു കക്ഷിയില്ല. ഈ ഉമ്മത്തിൽ അവരുടെ വിശ്വാസം നശിപ്പിച്ച, മുസ്ലിം ഉമ്മത്തിനെതിരിൽ എന്നും ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള, രാഷ്ട്രീയമായി അവരെ ദ്രോഹിച്ചിട്ടുള്ള, അവർ കൊന്നുകളഞ്ഞിട്ടുള്ള, അവരുടെ അയിമ്മത്തിന് നേതാക്കന്മാരെ കൊന്നുകളഞ്ഞിട്ടുള്ള, അവരുടെ വിശ്വാസം നശിപ്പിച്ചിട്ടുള്ള ഒരു കക്ഷിയാണ് റാഫിദുകൾ, ഷിയകൾ. പല വിഭാഗങ്ങളുണ്ട് അതിൽ, പല വിഭാഗങ്ങൾ. അതിലേറ്റവും വീര്യം കുറഞ്ഞതുപോലും അള്ളാഹുവിൻ്റെ ശാപകോപത്തിന് വിധേയരാകുന്ന വാദങ്ങളുള്ളവരാണ്. അതിലേറ്റവും വീര്യം കുറഞ്ഞ കക്ഷികൾ വരുന്നത് എൻ്റെ വാക്കല്ല, അഹ്ലുസുന്നത്തിന് ഇമാമുകളുടെ വാക്കാണ്. സഹോദരങ്ങളെ, നമ്മുടെ അഖീദ, നമ്മുടെ വിശ്വാസം അത് ശരിയായ രൂപത്തിൽ പഠിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള പിഴച്ച കക്ഷികൾ നമ്മൾ പെട്ടുപോകും. കാരണം അതെല്ലാം പ്രചരിപ്പിക്കപ്പെടുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലുമുണ്ട്, ഈ നാട്ടിലുമുണ്ട്. ഈ നാട്ടിൽ പല കക്ഷികളിൽ അവരുടെ സ്വാധീനമുണ്ട്. ഈ കെട്ടിപ്പൊക്കപ്പെട്ട ഖബറുകൾ അവരുടെ സ്വാധീനമാണ്, റാഫിദികളുടെ ആശയമാണ്. ജന്മദിനാഘോഷം ആരാണ് കൊണ്ടുവന്നത്? ബൈദികൾ, ഷിയകളാണ് കൊണ്ടുവന്നത്. റാത്തീബുകൾ, നഹ്സിൻ്റെ വിശ്വാസങ്ങൾ, സഹാബത്തിന് ചീത്ത പറയുക,